നമസ്കാരം. ഞാൻ ഗീത, അംഗൻവാടി ടീച്ചറാണ്. നമ്മുടെ സെപ്റ്റംബർ മാസത്തിലെ തീം എന്ന് പറയുന്നത് മരങ്ങളും ചെടികളുമാണ്. നമ്മുടെ പരിസരത്ത്, നമ്മുടെ ചുറ്റുപാടും ധാരാളം മരങ്ങളും ചെടികളും ഉണ്ട്. അവയ്ക്ക് വളരുന്നതിന് മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പരിസരത്ത് വലിയ മരങ്ങളും വലിയ ചെടികളും ചെറിയ ചെടികളും മണ്ണിൽ പടർന്ന് വളരുന്ന വള്ളിച്ചെടികളും എല്ലാം ധാരാളമുണ്ട്. നമ്മുടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവിക്കണമെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് മരങ്ങളെയും ചെടികളെയും ആശ്രയിച്ചേ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ഈ മരങ്ങളുടെ പടം വരച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. മരങ്ങളുടെ പടം വരയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പേ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നോക്കി ചെറിയ മരവും വലിയ മരവും വരച്ച് കളറടിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ചെടികൾക്കും മരങ്ങൾക്കും തന്നെ പലതരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. ഇല, പൂവ്, തണ്ട്, കായ, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഇവയുടെ പ്രയോജനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടുന്ന ചെടികളുടെയും തണ്ടുകളുടെയും ഭാഗങ്ങൾ വെച്ച് ചെറിയ ചെറിയ ചില ക്രാഫ്റ്റ് വർക്കുകൾ നമുക്ക് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ 2-3 ചെറിയ വർക്കുകൾ ഞാനിവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇതുപോലെ ഒരു കഷ്ണം വാഴയില എടുക്കുക. വാഴയില എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രം, നമ്മൾ നേരത്തെ ഉപയോഗിച്ച കുപ്പിയുടെ അടപ്പായാലും മതി, ഈ പാത്രം വെച്ച് ഇങ്ങനെ നമ്മളൊരു റൗണ്ട് വരച്ചെടുക്കുക. റൗണ്ട് വരച്ചെടുത്ത് അതിനെ കത്രികയിട്ട് നല്ല രീതിയിൽ റൗണ്ടാക്കി വെട്ടിയെടുക്കുക. ഇനി നമുക്ക് റ വരയ്ക്കാൻ അറിയാലോ. റ ഇങ്ങനെ പൊക്കി വീതി കുറച്ച് റ വരച്ചെടുക്കുക. ഉണ്ടോ? വരച്ച് അതിൻ്റെ 4 കഷ്ണം വെട്ടിയെടുക്കുക. നമ്മൾ നേരത്തെ പാത്രം വെച്ച് വെട്ടിയെടുത്ത റൗണ്ടിനെ വെച്ചിട്ട് അതിൻ്റെ 4 സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഗമ്മ് വെച്ച് ഒട്ടിക്കേണ്ടതാണിത്. ഇങ്ങനെ പിന്നെ ഒരു കുഞ്ഞു റൗണ്ട് എന്തെങ്കിലും വെച്ച് ഒരു ഇത് ആമയാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇത് കണ്ടോ, പേപ്പറിൽ ഒരു ആമ ഉണ്ടാക്കി ഒട്ടിച്ചതാണ്. ഇത് നമ്മൾ വൈറ്റ്നർ ഉണ്ടല്ലോ, അക്ഷരങ്ങൾ മാറ്റുന്ന ആ വൈറ്റ്നർ വെച്ചോ അല്ലെങ്കിൽ വെള്ള പേപ്പറിൽ ഒരു കുഞ്ഞു വട്ടം വരച്ചോ നമുക്ക് കണ്ണ് വരയ്ക്കാവുന്നതാണ്. ഇതാണ് ആമ. വാഴയില മാത്രം മതി, നല്ല എളുപ്പത്തിൽ ഒരാമയെ വരയ്ക്കാവുന്നതാണ്. അടുത്ത് ഒരു ബട്ടർഫ്ലൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ ചെമ്പരത്തി ഇല എന്ന് പറയും. ചെമ്പരത്തി ചെടിയുടെ ഇലയാണിത്. 2 പച്ച ഇല എടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 പഴുത്ത ഇല എടുക്കുക. കണ്ടോ? അപ്പം മഞ്ഞ കളർ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ 2 കളർ പറഞ്ഞത്. അതിൻ്റെ തണ്ട് വെട്ടിക്കളഞ്ഞിട്ട് ഒരില ഇങ്ങനെ വെച്ച് ഒരില ഇങ്ങനെ വെച്ച് എടുത്ത് ഈ മഞ്ഞ ഇല നേരത്തെ എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് ചുരുണ്ട് വാടിപ്പോയി. അത് കുഴപ്പമില്ല. കണ്ടോ? ഇങ്ങനെ 4 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തില്ലേ വാഴയില,
ആ വാഴയില എടുത്ത്, വാഴയില അല്ലെങ്കിൽ അരളി ചെടിയുടെ ഇല കിട്ടിയാലും അതിൽ വയ്ക്കാൻ പറ്റും. പക്ഷെ അത് കിട്ടിയില്ല. ഇങ്ങനെ നീളത്തിന് ഒന്ന് വെട്ടി ഈ നടുക്ക് ഇതെല്ലാം ഗമ്മ് വെച്ച് ഒട്ടിക്കേണ്ടതാണ്. ഞാൻ ഒട്ടിച്ചത് വേറെ ഉണ്ട്. ഒട്ടിച്ചിട്ട് നമ്മൾ വെട്ടിക്കളഞ്ഞില്ലേ ആ ചെമ്പരത്തിയുടെ തണ്ട്, ആ തണ്ടെടുത്ത് രണ്ടായിട്ട് വെട്ടി രണ്ട് കൊമ്പും കൂടെ വെച്ച് ഇങ്ങനെ ഇതുപോലെ കൊമ്പ് വെച്ച് ഒട്ടിച്ചെടുത്തതാണ്. ഇത് അരളിയില കിട്ടുമെങ്കിൽ ആ അരളി ചെടിയുടെ ഇല നടുക്ക് വെച്ചാൽ മതി. രണ്ട് കളറാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിലിനി നമുക്ക് വേണമെങ്കിൽ വെള്ള പേപ്പർ വെട്ടി കണ്ണുകൾ കൂടെ ബട്ടർഫ്ലൈക്ക് വെച്ച് കൊടുക്കാം. നല്ല മനോഹരമായ ബട്ടർഫ്ലൈ ആയി. അടുത്ത് ഇതുപോലെ ഒരു ഇല എടുക്കുക. ഇത് വാഴയുടെ ഇലയാണ്. നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളതുപോലെ ഒരു വളയെടുത്ത് ഒരു 3 റൗണ്ട് വരയ്ക്കും. മൂന്നെണ്ണം വരച്ചിട്ട് മൂന്നാമത് നമ്മൾ വരച്ച ആ വൃത്തത്തിൽ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ. പിന്നെ ഈ 3 സെപ്പറേറ്റ് റൗണ്ടായിട്ട് വെട്ടിയെടുക്കാം. ഒന്ന് 2 3 ഇത് പശ വെച്ച് നമ്മൾ ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് ഇതിന് വാഴയില എടുത്ത് നമുക്ക് ഈ അടയാളം വരയ്ക്കാൻ അറിയാമല്ലോ. ഈ അടയാളം മലയാള അക്ഷരം ഈ അടയാളം ഉണ്ടോ, വരച്ചിട്ടാണ് ഒരു 0 പോലെ വരച്ചെടുത്തിട്ട് ഇതിനെ 2 എണ്ണം ഇതുപോലെ 2 എണ്ണം വെട്ടി ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ കൊമ്പായി ഇത് ഒട്ടിച്ചാണ് ഗമ്മ വെച്ച് ഒട്ടിച്ചാണ് വെക്കേണ്ടത്. ഇതുപോലെ ഒരു കുഞ്ഞ് പേപ്പർ റൗണ്ടായിട്ട് വെട്ടി കണ്ണ് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ വൈറ്റ്നർ എടുത്ത് ഇതിൻ്റെ വായയുടെ അവിടെ ഒരു ബാക്കി അടയാളം കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഉറുമ്പാണ്. ഇങ്ങനെ ഒരു വള വെച്ച് 3 റൗണ്ട് വരയ്ക്കുക. ലാസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ ഒരു കോണ് പോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് 2 കൊമ്പ് പോലത്തെ സാധനം വാഴയിലയിൽ വെട്ടിയെടുക്കുക. ഒരു കുഞ്ഞ് റൗണ്ട് വെള്ള പേപ്പറിൽ വെട്ടിയെടുത്ത് നടുക്ക് മാർക്കർ കൊണ്ട് കണ്ണിന് ഒരു പോയിൻ്റ് കൊടുക്കാം. കാല് ഈ മാർക്കർ കൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. എൻ്റെ കാലുകൾ, ഉറുമ്പിൻ്റെ കാലുകൾ നമുക്ക് മാർക്കർ കൊണ്ട് വരച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല കൊണ്ടുള്ള ഒരു ഉറുമ്പ് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഒരു ചെമ്പരത്തി ഇല എടുക്കുക. ഉണ്ടോ, ചെമ്പരത്തിയുടെ ഇല എടുത്ത് അതിൻ്റെ തണ്ട് ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെ പേപ്പറിൽ ഒട്ടിച്ച് വയ്ക്കാം. വച്ചിട്ട് നമ്മൾ ഈ ഇല കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇത് വേപ്പില എന്നാണ് പറയുന്നത്. മറ്റേ കറിവേപ്പിലയും നമുക്ക് ഉപയോഗിക്കാം. കറിവേപ്പില കിട്ടാത്തത് കൊണ്ട് ഞാൻ വേപ്പില ഉപയോഗിച്ചതാണ്. ഇത് ഗമ്മ വെച്ച് ഓരോന്നായിട്ട് ഈ ആദ്യം വെച്ച ഇലയുടെ അടിയിലിങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നല്ല മുറിച്ചുള്ള ഇല ധാരാളം കാണും. ഗമ്മ തേച്ച് ഇങ്ങനെ ഈ ഇലയുടെ അടിയിലോട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഉണ്ടോ, ഇതിങ്ങനെ ഇവിടെ
ഒട്ടിയിരിക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വാഴയില കഷ്ണം എടുത്ത് ഒരു ഈ അടയാളം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഇട്ട അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കും. ഇട്ടിട്ട് ഇങ്ങനെ വളച്ച് വെട്ടിയെടുക്കാം. ഇങ്ങനെ ഇങ്ങനെ വളച്ച് വെട്ടിയെടുത്ത് ഈ ഇലയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇലയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ ഇത് പപ്പായയുടെ പഴുത്ത ഇലയാണ്. ഇത് നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കിയപ്പോഴും ഇതിൽ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്ത് വയ്ക്കാം. ഇതിൽ നിന്ന് ഒരു ചുണ്ടിൻ്റെ ആകൃതിയിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് ചുണ്ട് മറ്റൊരു കളറിലിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ, അങ്ങനെ പേപ്പറിൽ ഒട്ടിച്ചെടുത്തതാണ് മയിൽ. ഇതിൻ്റെ കണ്ണ് കുഞ്ഞ് പേപ്പറിൽ ഇതുപോലെ കുഞ്ഞ് പേപ്പറിൽ ഒരു കണ്ണ് വെട്ടിയെടുത്ത് ഇങ്ങനെ ഇതിലൊട്ടിച്ച് മാർക്കർ കൊണ്ട് കണ്ണിൻ്റെ അകത്ത് കൃഷ്ണമണി കൊടുക്കും. ഇതെല്ലാം ഒട്ടിച്ച് വയ്ക്കാനുള്ളതാണ്. ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം ഗമ്മ് കളയാത്തത്. ഇത് കണ്ടോ, ഞാൻ ഒട്ടിച്ച് വെച്ചതാണ്. ഇത് വേപ്പിൻ്റെ ഇല വെച്ച് മയിലിൻ്റെ പീലിയും കണ്ണും ചുണ്ടും എല്ലാം ചെമ്പരത്തി ഇലയും വേപ്പിലയും വാഴയുടെ ഇലയും വെട്ടിയെടുത്തതാണ്. കണ്ടോ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഇത് പ്ലാവിൻ്റെ ഇലയാണ്. ചക്ക കായ്ക്കുന്ന മരമാണ്. നമ്മൾ ചക്ക കഴിച്ചിട്ടില്ലേ എന്നൊക്കെ കുഞ്ഞുങ്ങൾ കൂടെ ചോദിക്കാം നമ്മളിത് ചെയ്യുമ്പോൾ. ഇതിൻ്റെ തണ്ടിനെ വെട്ടിക്കളയുക. ഇങ്ങനെ പേപ്പറിൽ ഒട്ടിച്ചെടുക്കാം. ഇതിങ്ങനെ പേപ്പറിൽ ഒട്ടിക്കുക. ഇതുപോലെ ഒരു വാഴയില വെച്ച് ഇതുപോലെ ഒരു വളയെടുത്ത് ഒരു റൗണ്ട് വരച്ച് വെട്ടിയെടുക്കുക. ഇത് ചെറിയ പ്ലാവിൻ്റെ ഇലയാണെങ്കിൽ ചെറിയ ഇലയാണ് എടുക്കണമെങ്കിൽ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഉണ്ടല്ലോ, പനിക്കൂർക്കയുടെ ഇല ഉപയോഗിച്ചാൽ നന്നായിരിക്കും. റൗണ്ട് വെട്ടിയെടുക്കുകയെന്ന് വേണ്ട, ആ ഇല ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മുടെ പേര ഇല ഉണ്ടല്ലോ, പേരയ്ക്ക കായ്ക്കുന്ന മരത്തിൽ നിന്നുള്ള 2 ചെറിയ പേര ഇല എടുത്ത് അതിൻ്റെ മൂടൊന്ന് വെട്ടി ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ മതി. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ഗമ്മ് തേച്ച് വേണം ഒട്ടിച്ച് വയ്ക്കാൻ. അടുത്ത് ഒരു പേരയുടെ ഇലയും കൂടെ എടുത്ത് മൂടൊന്ന് ഷേപ്പ് ചെയ്ത് വീതി കുറച്ചും എടുക്കാം, കുറയ്ക്കാതെയും എടുക്കാം. ഇങ്ങനെയും കൂടെ വെച്ച് കൊടുക്കാം. കണ്ടോ, അടുത്ത് നേരത്തെ നമ്മൾ കണ്ണ് വെട്ടിയെടുത്തില്ലേ, അതുപോലെ 2 എണ്ണം ചെറിയ പേപ്പറിൽ 2 കണ്ണ് വെട്ടിയെടുത്ത് കണ്ടോ 2 കണ്ണ് വെച്ച് കൊടുക്കുക. ആ വെള്ള പേപ്പർ ഇതുപോലെ നീളത്തിന് വരച്ച് ഇവിടെ
ഇങ്ങനെ ക്രോസായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. നല്ല മീശക്കാരൻ പൂച്ചയുടെ ഫോട്ടോ ആയി. കണ്ടോ? പ്ലാവിൻ്റെ ഇല, പേരയില, വാഴയുടെ ഇല റൗണ്ടിന് വെട്ടിയത്. നമുക്ക് സൗകര്യത്തിന് ഇതുപോലെ വലിയ ഇല കിട്ടുമെങ്കിൽ പനിക്കൂർക്കയുടെ ഇല നല്ല റൗണ്ടാണ്, അത് അതുപോലെ വെച്ചാൽ മതി. ഇത് പേരയുടെ ഇലയാണ്. വെള്ള പേപ്പറിൽ 2 കണ്ണും വെട്ടിയെടുത്ത് നമുക്ക് വരച്ച് വയ്ക്കാം. നല്ല മനോഹരനായ ഒരു പൂച്ചയുടെ പടമായി. അടുത്ത് നമുക്ക് ഈ ചെറിയ കുറ്റിച്ചെടികളുണ്ടല്ലോ, കുറ്റിച്ചെടി അല്ല, ചെറിയ ഈ മുരിങ്ങ മരം അതില്ലേ, നമുക്ക് എങ്ങനെ മുരിങ്ങ ചെടി എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. സ്കെയിലിൽ ഒന്നിടും. കണ്ടോ? ഒന്നിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നിട്ടിട്ട് ഓരോന്നിട്ട് കണ്ടോ? മുരിങ്ങയുടെ ഇല വട്ടത്തിനാണ് ഇരിക്കുന്നത്. കണ്ടോ? കുഞ്ഞുങ്ങൾക്ക് മുരിങ്ങച്ചെടി എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നിറച്ച് റൗണ്ടിട്ടാൽ റൗണ്ടിട്ട് ഈ റൗണ്ടിലെല്ലാം പച്ച കളറടിച്ച് മുരിങ്ങച്ചെടി കാണിച്ചു കൊടുക്കാം. അതുപോലെ ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് കുറച്ച് മാറി ഷേപ്പായിട്ട് ഒന്ന് വരച്ച് ഇതുപോലെ ഇത് ഇല നീട്ടി വരയ്ക്കുക. അല്ല, ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഗോപി പൊട്ടിടൂലേ, അതുപോലെ എത്ര വരയ്ക്കാൻ അറിയാത്തവർക്കും ഇങ്ങനെ വരയ്ക്കാൻ അറിയാമല്ലോ. ഉണ്ടോ? ഇത് നമ്മുടെ കറിവേപ്പിലയാണ്. ഇതൊക്കെ കുഞ്ഞു മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ കറിവേപ്പില, മുരിങ്ങയില, ഇങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മൾ ചെടിയിൽ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ? ഇതുപോലെ ഇത് കറിവേപ്പില ചെടിയാണ്. ഇതിൽ പച്ച കളറ്, ഇത്തിരി ഡാർക്ക് പച്ചയാണ് കൊടുക്കേണ്ടത്. പക്ഷെ മുരിങ്ങ ചെടിക്ക് ലൈറ്റ് പച്ചയാണ് കൊടുക്കേണ്ടത്. ഇതിലെല്ലാം ഈ ഇലകളിലെല്ലാം ലൈറ്റ് പച്ചയും ഇത് തണ്ടിന് ഡാർക്ക് പച്ചയും കൊടുത്ത് വരച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കാണിച്ചു കൊടുക്കാം.